ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് എങ്ങനെ പോണ ചോദിച്ചു അറിയില്ല. തൃശ്ശൂർ പൂരത്തിന്റെ എക്സിബിഷനാണ് കേട്ടോ പോണത്. തൃശ്ശൂർ പൂരത്തിന് പോകാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും തൃശ്ശൂർ പൂരം എക്സിബിഷന് പോവാന്ന് വിചാരിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് തൃശ്ശൂരുകാരുടെ ഒരു വികാരമുള്ള ഈ ഒരു പൂരം എക്സിബിഷൻ എന്ന് പറയുന്നത് എല്ലാ വർഷവും ഞങ്ങൾ നാട്ടിൽ വരുമ്പോ പോകാറുണ്ട് ഈ ഒരു പൂരം എക്സിബിഷന്. ഇപ്പൊ പ്രത്യേകിച്ച് ചൂടായ കാരണം പകല് പൂരം അത്ര എളുപ്പമില്ല. അപ്പൊ ഞങ്ങള് ഈവനിങ്ങിലാണ് ഇപ്പൊ പോണത് കേട്ടോ. അപ്പൊ വൈകിട്ട് രാത്രിയൊക്കെ ആ ഒരു സമയമാകുമ്പോ ചൂടൊക്കെ കുറച്ചൊന്ന് കുറവുണ്ടാവും എന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് പോണത്. അപ്പൊ കുറച്ച് നടന്ന് എക്സിബിഷൻ കാഴ്ചകളും ഒക്കെ കാണാം, നിങ്ങളെയും കൂടിയും കാണിക്കാം അല്ലേ. നമ്മളത് തൃശ്ശൂർ എത്തിയിട്ടാ, റൗണ്ടിലെത്തി. പക്ഷെ ഇവിടെ ഭയങ്കര ട്രാഫിക് ആണ് കേട്ടോ. ഈ കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ട്രാഫിക് ജാമാണ്. ഉള്ളിലേക്ക് കയറണം. ഇപ്പൊ ഒരു വെയിലൊക്കെ മാറിയിട്ടുണ്ട്. ഇതിന്റെ എൻട്രിയുടെ അവിടുത്തെ തിരക്ക് കണ്ടോ, ആൾക്കാർ വന്നും പോയേക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ നേരമായ കാരണം ഇന്നിപ്പോ സൺഡേ ആണ്, അത് കാരണം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഞങ്ങളിത് എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടാ. അപ്പോൾ അനുവേട്ടൻ കാറ് പാർക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാനിവിടെ ഇറങ്ങി ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒരുപാട് നടന്നിട്ട് വേണമല്ലോ പോകേണ്ടത്. അപ്പോൾ അതേ നമ്മുടെ വടക്കുന്നാഥൻ ക്ഷേത്രമൊക്കെ ക്രോസ് ചെയ്ത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അങ്ങോട്ട് പോവാണ് കേട്ടോ. 4. അപ്പോൾ അതേ ടിക്കറ്റ് എടുത്തു കിട്ടാ. ഒരു ടിക്കറ്റിന് 35 രൂപയാണ് ഞങ്ങൾ 4 ടിക്കറ്റിന് എടുത്തത് കേട്ടോ, ഇൻക്ലൂഡിങ് GST കേട്ടോ. അപ്പോൾ സാധാരണ കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ വന്നപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാണ്ട് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ATMലൊക്കെ പോയിട്ട് കാശൊക്കെ എടുത്തിട്ടൊക്കെ വരികയാണ് ചെയ്തത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം വന്നപ്പോൾ കാശൊക്കെ കൊണ്ടുവന്നു. ഇവിടെ UPI അങ്ങനത്തെ പേയ്മെൻറ്റ്സ് ഒന്നും സാധാരണ ഉണ്ടാവാറില്ല. അപ്പോൾ അത് എല്ലാവരും വന്നു, അനുപെണ്ണും കുട്ടികളും ഒക്കെ വന്ന് ഞങ്ങളിത് ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ച ഒരു ഈവനിങ് ആ ഒരു സമയത്താണ് ഞങ്ങൾ എത്തിയത് കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ഫൗണ്ടൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ഫസ്റ്റത്തെ സ്റ്റാളിലേക്ക് നമ്മൾ കയറുന്നുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു എൻട്രൻസ്, അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റത്തെ സ്റ്റാളിൻ്റെ ആ ഒരു ഭാഗം. അപ്പോൾ എല്ലാ വർഷവും ഈ തൃശ്ശൂർ പൂരം എക്സിബിഷനൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും, ഓരോ ഏരിയയിലായിരിക്കും ഓരോ സ്റ്റാളുകൾ. ഫസ്റ്റ് സ്റ്റാൾ എപ്പോഴും ഇതുപോലെ ചവിട്ടികൾ അല്ലെങ്കിൽ ഈ സോഫ കവേഴ്സ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്ന സംഭവങ്ങളായിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഇത് പിന്നെ രാജസ്ഥാൻ ഹാൻഡ്ലൂം ബെഡ്ഷീറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ മൊബൈലിൽ മുകളിലേക്ക് പൊക്കി പിടിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഈ വീഡിയോ കവർ ചെയ്യുന്നത്. അതുപോലെ തിരക്കാണ്, ആൾക്കാരിങ്ങനെ മുട്ടി നിൽക്കുക എന്ന് പറയില്ലേ, അത്രയ്ക്ക് തിരക്കുണ്ട്. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ തിരക്ക് കുറയുന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഇതിപ്പോൾ എൻട്രിയുടെ അവിടെ ആയതുകൊണ്ട് കൂടുതൽ തിരക്ക് ആവുന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിവിടെ കട്ടിംഗ് ബോർഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. വുഡൻ സ്പാച്ചുല സംഭവങ്ങളൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ. പിന്നെ അതേ അവിടെ ലെഫ്റ്റ് സൈഡിൽ അവർ തൂക്കിയിട്ടിരിക്കുന്നത് ഈ പണ്ട് കാലങ്ങളിലൊക്കെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പലകയായിരുന്നു. ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അമ്മ അത് ഉണ്ടാക്കിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പഴയ കാലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഒരു നൊസ്റ്റാൾജിയ കാരണം അമ്മ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം. പിന്നെ ഈ സെറാമിക് മഗ്സ്, അങ്ങനെ സാധാരണ എക്സിബിഷനിൽ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. എന്താ പറയുക, ഓഫർ പ്രൈസ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും ഇങ്ങനെ നോക്കാനോ ഒന്നുള്ള ഒരു എന്താ പറയുക, അത്രയ്ക്കുള്ളൊരു തിരക്ക് കുറവ് അങ്ങനത്തെ കാര്യങ്ങളല്ല. അത്യാവശ്യം നല്ല തിരക്കാണ്. നമ്മൾ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകും, അതാണ് അവസ്ഥ. അതുപോലെ ഭരണികളൊക്കെ നല്ല കളർഫുൾ ഭരണികളും പഴയകാല ഭരണികൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഞാൻ കണ്ടത് വിയർത്ത് കുളിച്ചാണ് നിൽക്കുന്നത്. വലിയ സുഖമൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകണ്ട. അതുപോലെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. പല ടൈപ്പ് ക്യാഷ്വൽ വെയർ സംഭവങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇയറിങ്സിൻ്റെ സെക്ഷൻ, ഇയറിങ്സൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കൊന്നും നോക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ടില്ലേ, ഹെയർ ബാൻഡ്സ് അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ ഒരുപാട് കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാതെയും ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പെട്ടെന്ന് അങ്ങനെ നീങ്ങിപ്പോവാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച്, അവർക്ക് മാത്രമല്ല നമുക്കും അത്യാവശ്യം നല്ല ചൂട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കെന്നുണ്ടെങ്കിലും വലിയ സുഖമൊന്നും ഉണ്ടാവില്ല ഇതിൽ കൂടെ കൂടുതൽ നേരം നടക്കാനോ അങ്ങനെയൊന്നും. പിന്നെ ഇത് നല്ല കളർഫുള്ളായിട്ടുള്ള വളകളും അങ്ങനത്തെ സെക്ഷൻ കാര്യങ്ങളൊക്കെ ഒരുപാട്. ഇപ്പോൾ ഈ എക്സിബിഷൻ തൃശ്ശൂർ പൂരം എക്സിബിഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്റ്റാൾ തന്നെ വീണ്ടും റിപ്പീറ്റഡായിട്ട്
അങ്ങനെയാണല്ലോ കൂടുതൽ നമ്മളിവിടെയൊക്കെ കാണാം. ബാഗ്സിൻ്റെ സെക്ഷൻ ഉണ്ട് ഇവിടെ, ഒരു സ്റ്റാൾ മുഴുവൻ ബാഗ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അതും കഴിഞ്ഞത് അടുത്ത സ്റ്റാളിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഈ ഷൂസ്, ചെരുപ്പുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. ഇവിടുത്തെ കുറേ ചെരുപ്പുകളുണ്ട്, ഈ കോലാപ്പൂരി സ്റ്റൈലിലുള്ള ചെരുപ്പുകളും അല്ലാത്തതും, അങ്ങനെ പല വെറൈറ്റി സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ഈ സെയിലിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്നത് നോർത്ത് ഇന്ത്യൻസും ഒക്കെ തന്നെയാണ് കൂടുതൽ കാണുന്നത് കേട്ടോ. ഇവരിത് കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ നല്ല എമൗണ്ട് കൊടുത്തിട്ട് അങ്ങനെ എടുക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ വന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ എടുക്കുമ്പോൾ ചിലവരിങ്ങനെ കടക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ചില ഈ തിരക്കെന്ന് പറയുമ്പോൾ തിരക്കിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ നോക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. പിന്നെ ഇത് പഴയകാല മിഠായികളുണ്ടല്ലോ, ഇപ്പോൾ നമ്മളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ കഴിച്ചിട്ടുള്ള ഈ മിഠായികൾ, ഇപ്പോൾ തേൻ മിഠായിയൊക്കെ ഉണ്ട്. തേൻ മിഠായിയൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ചില മിഠായികളൊന്നും ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊന്നും കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഈ സിഗരറ്റ് മിഠായി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ എന്നേ വരെ കണ്ടിട്ടില്ല. അതുപോലെ എന്താ പറയുക, പല ടൈപ്പ് ഈ പല്ലുട്ടി, പല പല കാറ്റഗറി പഴയകാല മിഠായികളുണ്ട്. പുളിമിഠായിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുളിമിഠായി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കിട്ടാം, കുട്ടികൾക്കും കൂടിയൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചില ബേക്കറികളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ പുളിമിഠായിയൊക്കെ കാണാൻ പറ്റും. തേൻമിഠായിയൊക്കെ പിന്നെ സ്ഥിരമായിട്ട് ഉണ്ടാവലുണ്ട്. തേൻമിഠായിയുടെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഡ്രസ്സുകളുടെ സെക്ഷനാണ്. ഇവിടെ ഫിക്സ്ഡ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പലയിടത്തും ഓഫർ പ്രൈസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എഴുതി വെച്ചതും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് സാരിയുടെ കളക്ഷൻസ് ഉണ്ട്, അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അത് ഫാർമസി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നറുനീണ്ടി സർബത്ത്, ബീറ്റ്റൂട്ട്, ഇഞ്ചി സിറപ്പ് എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പിലുള്ള സിറപ്പുകളും സർബത്തുകളൊക്കെ ഉണ്ട്. ഈ ചൂട് അല്ല, അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. പിന്നെ ഇത് ചൈനീസ് വാച്ചുകൾ 50 രൂപ എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഈ സംഭവങ്ങളൊക്കെ എക്സിബിഷനിലെ സ്ഥിരം കാഴ്ചകളാണല്ലോ. ഈ ചപ്പാത്തി പരത്തി ചുട്ട് വരുന്ന ആ ഒരു മെഷീൻ സംഭവങ്ങളൊക്കെ സ്ഥിരമായിട്ട് എല്ലാവരുടെയും ഉണ്ടാവുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ്. പിന്നെ പൊട്ടിൻ്റെ സ്റ്റാളുണ്ട്, കണ്ടില്ലേ. പിന്നെ കത്തികളുടെ അവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുകൾ കാണുന്നുണ്ട് കേട്ടോ. എന്താ നാടൻ കത്തികൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കാണുന്നുണ്ട്. വയനാടൻ നാട്ടുവൈദ്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ ചാർക്കോൾ, ആട്ടിൻപാൽ സോപ്പ്, ചാർക്കോൾ സോപ്പ് എന്നൊക്കെ പറഞ്ഞ് പല വെറൈറ്റി സോപ്പുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ ഹോം മെയ്ഡ് സോപ്പുകളും ഒക്കെ ഒരുപാട് ഉണ്ടല്ലോ. അതുപോലെ പാലക്കാടൻ പന കരിപ്പെട്ടി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, പന ജാഗരി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നല്ല പോലെ വേർക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചിറങ്ങിപ്പോയാൽ മതി എന്നുള്ളൊരവസ്ഥയിലാണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ എക്സിറ്റൊക്കെ തപ്പി നിൽക്കുകയാണ്. എല്ലാവരുടെയും എക്സിറ്റ് കാര്യങ്ങൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അടുത്ത എക്സിറ്റിൻ്റെ അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ കാഴ്ചകൾ ഇതേ ഇവിടെയുണ്ട്. കമ്മൽ കാര്യങ്ങൾ, പല പല സംഭവങ്ങൾ, എന്താ പറയുക, സാധാരണ എക്സിബിഷൻ സ്റ്റോളിലൊക്കെ കാണുന്ന കാഴ്ചകൾ ഇതേ ഇതുപോലെയുള്ള ഇയറിങ്സ് കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ ട്രെൻഡിങ് ആണെന്ന് തോന്നുന്നുണ്ട്. കുറേ കാണുന്നുണ്ട് ഇങ്ങനത്തെ ഇയറിങ്സ് കാര്യങ്ങളൊക്കെ. ഏതെങ്കിലും സിനിമ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പുതിയ സിനിമകളിലൊക്കെ വരുമ്പോൾ അത് പിന്നെ ട്രെൻഡായിട്ട് വരുമല്ലോ. ഇവരൊക്കെ അങ്ങനെ സെയിൽ ചെയ്യണ കാണാറുണ്ട്, സിനിമകളുടെ പേരൊക്കെ വെച്ചിട്ടും ഒക്കെ. പിന്നെ ഹെയർ ആക്സസറീസ്, ഇയറിങ്സ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇയറിങ്സൊക്കെ വാങ്ങിക്കാറുണ്ട്. എനിക്ക് ഇയറിങ്സിനോട് പൊതുവെ ക്രേസ് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഇയറിങ്സ് ഒന്നും നോക്കാനൊന്നും വേണ്ടിയിട്ട് നിന്നില്ല, അത്ര തിരക്കായിരുന്നു. ഒന്നും നോക്കാനുള്ളൊരു എന്താ പറയുക, നിൽക്കാനേ നമുക്ക് പറ്റുന്നില്ല. അതുപോലെ ഷോപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ബാഗ്സ്, പിന്നെ പച്ചക്കറി വിത്തുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കുറേ എന്താ പറയുക, പല വെറൈറ്റി പച്ചക്കറി വിത്തുകൾ, അതുപോലെ കിഴങ്ങുകളൊക്കെ നടുന്ന അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ഈ ഗുജറാത്തി നംകീൻസ്, അതായത് നോർത്ത് ഇന്ത്യൻ സ്നാക്സൊക്കെയാണ് കൂടുതലായിട്ട് ഇവിടെ ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ കേരളത്തിലുള്ളവർക്ക് ഇതൊക്കെ പൊതുവെ ഒരു വെറൈറ്റി ആയിരിക്കുമല്ലോ. പല കളറിലും പല ടൈപ്പ് സംഭവങ്ങൾ പല ഫ്ലേവറിലും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് നടക്കുമ്പോൾ ഒരു ടേസ്റ്റ് ചെയ്യാനും ഒക്കെ തരുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ സ്നാക്ക് ഐറ്റംസൊക്കെ. അതുപോലെ ജെല്ലി സംഭവങ്ങളൊക്കെ വരുന്നത് എല്ലാം ഇങ്ങനെ ഓപ്പൺ ചെയ്തൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ.
അങ്ങനെ പിന്നെ അതും ക്രോസ് ചെയ്ത് അടുത്ത സ്റ്റാളിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇവിടെയും നല്ല തിരക്ക് തന്നെ, തിരക്ക് അങ്ങോട്ട് കുറയുന്നില്ല, അതാണ് അവസ്ഥ. കത്തികളുണ്ട്, ഈ എന്താ പറയുക നാടൻ കത്തികൾ, സ്റ്റീൽ കത്തികൾ, ഇരുമ്പ് കത്തികൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അതൊക്കെ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ, ഒരുപാട് വാങ്ങിക്കുന്നതും കാണുന്നുണ്ട്. ഒരുവിധം ഈ കിച്ചണിലേക്കൊക്കെ വേണ്ട ഇങ്ങനത്തെ കുറേ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് വീണ്ടും പോണത് തന്നെ. ഇറങ്ങാനൊന്നും പറ്റുന്നില്ല, കയറിപ്പോയില്ലേ, ഒരു രക്ഷയില്ല. അപ്പോൾ വീണ്ടും പഴയകാല മിഠായികൾ സംഭവങ്ങൾ, അപ്പോൾ അവിടെ അനൗൺസ്മെൻറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പഴയകാല മിഠായികൾ, ഈ ഫ്രെയിംസ്, അതുപോലെ ജെല്ലി, നമ്മുടെ കപ്പലണ്ടി മിഠായി, ഇതാണ് കേട്ടോ. ഓറഞ്ചും വൈറ്റാണ് സിഗരറ്റ് മിഠായി. പക്ഷെ ഞാനതൊന്നും കണ്ടിട്ടില്ല കേട്ടോ, എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പുളി മിഠായി, ഈ ഗോൾഡ് കോയിൻ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ പലതും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ കുട്ടിക്കാലത്തൊന്നും. പക്ഷെ പഴയകാല മിഠായികൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അതിന് മുമ്പത്തെ ജനറേഷൻ ഉപയോഗിച്ചിരുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. പല്ലട്ടി, അങ്ങനെ പല 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 സംഭവങ്ങൾ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. ഈ ഒരു ഓറഞ്ച് ക്യാൻഡി ഉണ്ടല്ലോ, അതൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഓറഞ്ച് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുള്ളത്. തേൻ മിഠായിയൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ തേൻ നെല്ലിക്ക ഉണ്ടല്ലോ, തേൻ നെല്ലിക്കല്ല, ഡ്രൈഡ് നെല്ലിക്ക ഇട്ടല്ലോ, നമ്മൾ ഷുഗർ സിറപ്പിലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി എടുക്കുന്ന ഒരു സംഭവം ഞാൻ അതിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അതെ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഓറഞ്ച് കാൻഡി ഞാൻ ഉദ്ദേശിച്ചത്. പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ചോക്ലേറ്റ്സൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്യാൻഡീസൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ കൂടുതലും കുട്ടികളൊക്കെ ചോക്ലേറ്റ്സൊക്കെ അല്ലേ കൂടുതലായിട്ട് കഴിക്കുക. പിന്നെ അതേ കുട്ടികളുടെ ഐറ്റംസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതെ, ബേബീസിൻ്റെ ഐറ്റംസ്, ബേബീസ് എന്നല്ല, ചെറിയ ബേബീസ്. പിന്നെ ഇതേ ഹൽവകളുണ്ട് കേട്ടോ, പല വെറൈറ്റി ഹൽവകളൊക്കെ അത് പല കളറിലും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കാണുമ്പോൾ അതേ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൽവ തരുന്നുണ്ട് കേട്ടോ. ഫിഗിൻ്റെ ഹൽവയാന്ന് പറഞ്ഞിട്ടാണ് അവരെനിക്ക് തന്നത്, അത്തിപ്പഴത്തിൻ്റെ ഹൽവ. അതെ, അപ്പോൾ നന്ദൻ്റെ ഇന്നത് വാങ്ങിച്ചെടുത്തതാണ്. അപ്പോൾ അതിൽ മധുരം ചേർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ തരുന്നത് കേട്ടോ ഈ ഒരു സംഭവം. ആ ഒരു ഫിഗ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഒരു നല്ല മധുരമുള്ളൊരു ഫ്രൂട്ട് തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ള സ്വീറ്റ്നെസ് തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ തരുന്നതൊക്കെ. അപ്പോൾ അതേ ഒരു ഐസ്ക്രീമിൻ്റെ ഏരിയയിലെത്തിയിട്ടാണ്. ഈ ചൂടത്ത് വേർത്ത് കുളിച്ച് നിൽക്കല്ലേ, അപ്പോൾ ആൾക്കാരൊക്കെ ഐസ്ക്രീം വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളും ഐസ്ക്രീം കണ്ടപ്പോൾ ഐസ്ക്രീം വേണമെന്ന് നന്ദും ചൂച്ചൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. ഇത് കണ്ടോ, പുളിമിഠായിയൊക്കെ വാങ്ങിച്ചത്. ഈ ലൂസ് ടൈപ്പ് പുളിമിഠായിയാണ് കേട്ടോ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. ഞാൻ നാട്ടിൽ വരുമ്പോൾ വാങ്ങിക്കാറുണ്ട്, ഞങ്ങൾക്ക് അവിടെ ബാംഗ്ലൂർ കിട്ടാറില്ല, ഇത് കിട്ടാറില്ല. പിന്നെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള പുളിമിഠായി ഉണ്ട്, പക്ഷേ ഈ ഒരു ലൂസ് ടൈപ്പാണ് ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതിനൊരു ടേസ്റ്റ് കൊടുത്തില്ല. നമ്മളിതൊരു പുളിമിഠായിയുടെ റെസിപ്പി ചെയ്തിട്ടില്ല, എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാം. അങ്ങനത്തെ നാടൻ പഴയകാല മിഠായികൾ അല്ലെങ്കിൽ പഴയകാല സ്വീറ്റ്സ് ഒക്കെ, ഇങ്ങനത്തെ പുളിമിഠായിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നത് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് അവിടെ ഇരുന്ന് അങ്ങനെ കുറച്ച് സമയം ഇരുന്നൊന്ന് കഴിക്കണം കേട്ടോ. അത് വേർത്ത് കുളിച്ച് ഒരു രീതിയിലായി. സത്യം പറഞ്ഞാൽ നാട്ടിൽ വന്നതിന് ശേഷം ഈ വെയിലത്തുള്ള നടപ്പും ബീച്ചിലൊക്കെ നട്ടുച്ചയ്ക്ക്, പിന്നെ പല പല സ്ഥലങ്ങളിലേക്ക് ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ വെയിൽ കൊണ്ട് പോണ കാരണം എൻ്റെ നെക്കിൻ്റെ ബാക്കിലൊക്കെ പിഗ്മെൻറ്റേഷൻ പോലെയൊക്കെ ആയി, കുരുക്കളൊക്കെ വരെ വന്നു കേട്ടോ. പക്ഷെ ചൂട് കുരുവല്ല, പക്ഷെ കുരുവൊക്കെ പോലെ എനിക്ക് തോന്നുന്നു വെയിലും ചൂടൊക്കെ കൊണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട്. മൊത്തം ടാനും അങ്ങനെ പല സംഭവങ്ങളും ആയി. സ്കിന്നിൻ്റെയൊക്കെ ഒരു ടെക്സ്ചർ തന്നെ മാറി എന്ന് പറയണ പോലെ ആയിട്ട് ഇവിടെ വന്ന് വെയിൽ കൊണ്ടതിന് ശേഷം. അപ്പോൾ പിന്നിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് ബാംഗ്ലൂർ മുമ്പൊക്കെ മാറുന്നുള്ള പ്രതീക്ഷയിലാണ്. പിന്നെ നാട്ടിൽ വരുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകാനും പറ്റുള്ളൂ, വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ വിചാരിച്ച് സമാധാനിക്കണം കേട്ടോ. അപ്പോൾ നല്ല ഭരണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭരണികളൊക്കെ നോക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നിനും പറ്റിയില്ല ഈ തിരക്ക് കാരണങ്ങൾ. അതുപോലെ ഈ വറ്റലുകളുണ്ടല്ലോ, പല വെജിറ്റബിൾസിൻ്റെ വറ്റലുകൾ, നമ്മൾ കൊണ്ടാട്ടം എന്നൊക്കെ പറയില്ലേ, ഉണക്കിയെടുക്കാവുന്ന സംഭവങ്ങൾ, പല വെറൈറ്റി സംഭവങ്ങളും ഇവിടെ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ. അതെ, കിച്ചൺ ആക്സസറീസ് സംഭവങ്ങളൊക്കെ, അതെ, ഈ ഇരുമ്പ് ചീനച്ചട്ടികൾ പല ഷേപ്പിലും, പിന്നെ ഈ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പനിയാരച്ചട്ടി അല്ലെങ്കിൽ ഉണ്ണിയപ്പച്ചട്ടി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേ അക്വേറിയം റിലേറ്റഡ് പ്രോഡക്ട്സ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു.
ഫൈറ്ററും അങ്ങനെ മീനുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് നിങ്ങൾക്കും മെൻ്റലിസ്റ്റ് ആവാന്നൊക്കെ പറഞ്ഞിട്ട് മാജിക് റിലേറ്റഡ് സംഭവങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ഷോപ്സൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇത് സ്ഥിരം ഒരു കാഴ്ചയാണല്ലോ, ഈ വെജിറ്റബിൾസൊക്കെ പല ഷേപ്പിൽ കട്ട് ചെയ്യുന്ന വെജിറ്റബിൾ കട്ടേഴ്സ്. അതില്ലാതെ എന്ത് എക്സിബിഷനിലെ എല്ലായിടത്തും സ്ഥിരം കാഴ്ചകൾ തന്നെയാണ്. പിന്നെ ഇതിവിടെ സൈഡിലൊക്കെ ഡ്രസ്സുകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ, കുർത്തകളും സംഭവങ്ങളൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. പിന്നെ കുലുക്കി സർബത്ത്, ജ്യൂസ്, അങ്ങനത്തെ ഒരു ഏരിയ വന്നു. ഇതും എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് ഉണ്ടാവാറ് കേട്ടോ, ഈ ഫ്രഷ് ജ്യൂസിൻ്റെ ഈ ഒരു ഏരിയ. അതെ, ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളിത് തിരിച്ച് നടക്കുക ചെയ്തത്. എക്സിറ്റിൻ്റെ അവിടേക്ക് നടന്നു. ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് എക്സിറ്റിൻ്റെ അവിടേക്ക് പോകാൻ പറ്റിയത്. അപ്പോൾ ഞങ്ങളിത് തിരിച്ച് നടന്നു. ഇനിയിപ്പോൾ ബാക്കിയുള്ള എക്സിബിഷൻ കാണുന്നില്ല. പക്ഷേ നമ്മൾ എക്സിറ്റിൻ്റെ അവിടെ നടന്നു എന്നുണ്ടെങ്കിൽ പോലും കുറേ സ്റ്റോളുകൾ ക്രോസ് ചെയ്താലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാർ പാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പോണ വഴിയിലുള്ള സ്റ്റാളുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. കാരണം ഇതൊരു കാൽഭാഗം പോലും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കവർ ചെയ്തില്ല. എന്നിട്ട് പിന്നെ തിരിച്ചു പോരുകയാണ് ചെയ്തത് കേട്ടോ. അത്രയും പറ്റുന്നുണ്ടായിരുന്നില്ല, സൺഡേ ആയതുകൊണ്ട് തന്നെ. ഈവനിങ് ആയിട്ട് പോലും എന്താ പറയുക, വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് വിയർത്ത് ഒലിച്ച് ഒരു രക്ഷയില്ലായിരുന്നു. തീരെ നമുക്കതൊരു എൻജോയ് ചെയ്ത് അങ്ങോട്ട് നടക്കാൻ പറ്റുന്നില്ല. ഈ എക്സിബിഷനൊക്കെ കാണാമെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഇഷ്ടപ്പെട്ട് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് എൻജോയ് ചെയ്തിട്ട് കാണണ്ടേ, അത് പറ്റുന്നില്ലായിരുന്നു, വേർത്തിട്ടും ചൂടെടുത്തിട്ടും. പിന്നെ ഇതേ മൺചട്ടികളൊക്കെ ഇവിടെ സൈഡിലൊക്കെ നമ്മൾ എക്സിറ്റിൻ്റെ അങ്ങോട്ട് നടന്നു പോകണ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പ്രാവശ്യം പിന്നെ മൺചട്ടികളൊന്നും നോക്കിയില്ല. സാധാരണ തൃശ്ശൂർ വരുമ്പോൾ ഞാൻ ഇവിടെ നിന്നല്ല വാങ്ങിക്കാറ്, ഞാൻ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൻ്റെ ഒക്കെ അടുത്ത് അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട് മൺചട്ടികൾ. എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ഇത് പിന്നെ ഇവിടെ പൊട്ടറ്റോ ട്വിസ്റ്റർ ഉണ്ട് കേട്ടോ. നമ്മൾ പൊട്ടറ്റോ ട്വിസ്റ്ററിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറേ പേരൊന്നും കണ്ടിട്ടില്ല. വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ, മെഷീൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ പ്രാവശ്യം ഇനിയിപ്പോൾ മൺചട്ടികളൊന്നും വാങ്ങിച്ചു കൊണ്ടുപോകണോ ഒന്നുമില്ല. കാരണം ഇപ്പോൾ തന്നെ മൺചട്ടികൾ ആവശ്യത്തിലധികം ഉണ്ട്. ഇനി മൺചട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ വെക്കാൻ സ്ഥലമില്ല. മൺചട്ടികളോട് പൊതുവേ എനിക്ക് നല്ല ക്രേസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ കറികളൊക്കെ മൺചട്ടികളിൽ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, നല്ലതാണല്ലോ ഉണ്ടാക്കി വെക്കുന്നത്, ഹെൽത്തിയുമാണ്, നല്ലതുമാണ്. അപ്പോൾ അതേ വെള്ളം, എല്ലാവർക്കും നല്ല വെള്ളം ദാഹം ഈ ഒരു ചൂടത്ത് വന്നത് കൊണ്ട് തന്നെ. അപ്പോൾ കുറേ ഇങ്ങനെ വേർത്തൊലിച്ചിങ്ങനെ പോവല്ലേ, അപ്പോൾ തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടും ജ്യൂസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് ഇവിടെ വന്നു കേട്ടോ. ജ്യൂസൊന്നും കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദാഹമൊന്നും അങ്ങനെ മാറില്ല. നല്ല തണുത്ത വെള്ളം കുടിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ദാഹമൊക്കെ ശരിക്കും മാറിയൊരു ചൂട് സമയത്ത്. അപ്പം അങ്ങനെ വെള്ളം ജ്യൂസൊക്കെ വാങ്ങിച്ച് ഞങ്ങളിത് വീണ്ടും നടക്കണം കേട്ടോ. അപ്പോൾ പല പല സ്റ്റാളുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ അതുപോലെ അങ്ങനെ പല സ്റ്റാളുകളും ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാം ഒന്നും കയറുന്നൊന്നുമില്ല, ചിലത് മാത്രം കയറുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തിരിച്ചു പോകാമെന്നുള്ളൊരു ഇതിൽ പല സ്ഥലങ്ങളിലും തിരക്ക് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നതും അങ്ങനെയൊക്കെയാണ് കൂടുതൽ നമ്മൾ കയറുന്നത്. കേരള എക്സൈസിൻ്റെ സ്റ്റാളുണ്ട് ഇവിടെ. അതുപോലെ കേരള പോലീസിൻ്റെ സ്റ്റാളുണ്ടായിരുന്നു, അതിലൊന്നും ഞങ്ങൾ കയറിയില്ല. കണ്ടില്ലേ, പലയിടത്തും ഓഫർ സംഭവങ്ങൾ, ഇപ്പോൾ പല സംഭവങ്ങളും സെയിലിനും ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഫൗണ്ടൻ്റെ ആ ഒരു ഏരിയയിലെത്തിയിട്ടാ. കണ്ടില്ലേ, ഇവിടെ നല്ല ഫ്ലവേഴ്സ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് ഇവിടെ. ഈ ഒരു ഏരിയയിലെത്തുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല തിരക്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഇവിടെ ഒന്ന് നിന്നതിന് ശേഷം പിന്നെ അത് വീണ്ടും നമ്മൾ നടക്കണം കേട്ടോ. കുട്ടികൾക്ക് ഫൗണ്ടൻ കണ്ടപ്പോൾ ഒന്നിങ്ങനെ നോക്കി നിന്നതാണ്. അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മളിത് അടുത്തൊരു ഏരിയയിലേക്ക് ഇങ്ങനെ നടക്കണം കേട്ടോ. അപ്പോൾ പല ഇങ്ങനെ ബ്രാൻഡഡ് സംഭവങ്ങളുണ്ടല്ലോ, അവരുടെയൊക്കെ സ്റ്റാളുകളുണ്ട്. ഇപ്പോൾ AVT, മറ്റേ പ്രീമിയം ടീ, ആ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, ചായല, അതിൻ്റെ സ്റ്റാള്, അങ്ങനെ പല പല ബ്രാൻഡഡ് ഐറ്റംസിനൊക്കെ ഇവിടെ സ്റ്റാളുകളുണ്ട് കേട്ടോ. അപ്പോൾ അവരവരുടെ പ്രോഡക്റ്റ്സൊക്കെ ഇവിടെ വെച്ച് സെയിൽ ചെയ്യുന്നുണ്ട്. പലരും ഈ സാമ്പിൾസൊക്കെ ഉണ്ടല്ലോ, സാമ്പിൾ പാക്കറ്റ്സൊക്കെ കൊടുക്കുന്നുണ്ട്. ഏതോ സാമ്പാർ പൊടിയുടെ ഏതോ ബ്രാൻഡ് ബ്രാഹ്മിൻസൊക്കെ അങ്ങനത്തെ സാമ്പിൾ പാക്കറ്റ്സൊക്കെ കൊടുക്കണമൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതേ വീണ്ടും നടന്ന് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ പലരും ഇവിടെ നോട്ടീസൊക്കെ തരാനൊക്കെ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ, അവരുടെ പ്രോഡക്ട്സിൻ്റെ ആ ഒരു അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ.
അപ്പോൾ അതേ ഇത് ISROൻ്റെ സ്റ്റാളാണ് കേട്ടോ. അങ്ങോട്ട് ഞങ്ങൾ കയറി. അപ്പോൾ ISROൻ്റെ ചന്ദ്രയാൻ മിഷൻ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് അല്ലെങ്കിൽ ട്രാവൽ വ്ളോഗ്സാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഞാൻ മുന്നേ ചെയ്തിരുന്നത് പോലെ കുക്കിംഗ്, അതായത് ഒരു വീഡിയോയിൽ കുക്കിംഗ് മാത്രമുള്ള വീഡിയോസാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ പ്ലസ് ലൈഫ് സ്റ്റൈലിൻ്റെ കൂടെ ഈ കുക്കിംഗ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഇഷ്ടം എന്താണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴേന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്താലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ ഏത് ടൈപ്പ് വീഡിയോസാണ് ഇഷ്ടപ്പെടുന്നത്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തൊന്ന് അറിയിക്കുക കേട്ടോ. അപ്പോഴായിരിക്കും എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളോട് ക്രേസ് കൂടുതലാണല്ലോ. ഈ സ്പേസിൽ പോകണം, അല്ലെങ്കിൽ സ്പേസ് റിലേറ്റഡ് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനും പുതിയ പുതിയ സംഭവങ്ങളൊക്കെ അറിയാനൊക്കെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടം കൂടുതലായിരിക്കുമല്ലോ.
ഒരു കാർഷിക സർവകലാശാല ഉണ്ടല്ലോ മണ്ണുത്തിയുടെ, അതിൻ്റെ സ്റ്റാളിലൊക്കെ ഒരുപാട് വിത്തുകളും അതുപോലെ ചെടികളൊക്കെ പല ടൈപ്പ്, ഇപ്പോൾ പച്ചക്കറി തൈകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് സെയിലിന് ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് പല പേരുകളിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വിത്തുകളൊക്കെ. നമ്മൾ കുട്ടികൾക്കൊക്കെ പേരിടുന്നത് പോലെയാണ് ഈ പച്ചക്കറി വിത്തുകളുടെയൊക്കെ പേരുകൾ. പിന്നെ ഇത് കുത്താമ്പുള്ളിയുടെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു, സെറ്റുമുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, 2 സെറ്റുമുണ്ട് ഓഫർ പ്രൈസൊക്കെ അവിടെ എഴുതി വെച്ചിട്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ കണ്ടോ ഓടക്കുഴൽ അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ബോട്ടിലിരിക്കുന്നത് അത് ലെമണേഡാണ് കേട്ടോ. അതായത് നാളികേര വെള്ളം കൊണ്ടുള്ള ലെമണേഡാണ്. നാളികേരം വെള്ളവും ഇഞ്ചി നാരങ്ങ നീരൊക്കെ ചേർത്തിട്ട് തിളപ്പിച്ചിട്ടാണ് അവരത് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. നന്ദൻ എന്ന് പറഞ്ഞിട്ടൊരു ഫുഡ് ഇൻഡസ്ട്രീസിൻ്റെ അവരാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവരത് എക്സ്പ്ലെയിൻ ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഇതുപോലുള്ള വുഡൻ സ്പാറ്റുല അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഈ ചിരട്ടത്തവി സംഭവങ്ങളൊക്കെ ഉണ്ട്, പലതും പല ഷേപ്പിലൊക്കെയാണ്. ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ളതൊന്നും അവിടെ അങ്ങനെ കണ്ടില്ലേ. സ്പൂണുകൾ അങ്ങനെ പല സംഭവങ്ങളൊക്കെ കണ്ടു. അങ്ങനെ ഈ ഒരു തൃശ്ശൂർ പൂരം എക്സിബിഷൻ്റെ വീഡിയോയുടെ അങ്ങനെ അവസാനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.